നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ശ്രാവണ സന്ധ്യകൾ കീർത്തനം പാടുന്ന ശാലീന തീരമിനാട്, ശാലീന തീരമിനാട്. മകരനിലാവിൻ്റെ മാധുര്യമൂറുന്ന നിറവുള്ള കേരള നാട്, നിറവുള്ള കേരള നാട്. ഇത് നാട്ടിൻപുറത്തെ ഒരു കവലയാണ്. പക്ഷേ ഇത് നമ്മുടെ മലയാള നാട്ടിലല്ല, മറിച്ച് മറുനാട്ടിലാണ്, മസ്കറ്റിലാണ്. മസ്കറ്റിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുകയാണ് നാട്ടിൻപുറത്തെ ഒരു കവല. പുറമറ്റം കവല എന്ന പേര്. റെസ്റ്റോറൻറ്റ് എന്നാൽ സാധാരണ ഭക്ഷണം കഴിക്കാൻ ഒരിടം എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ ഭക്ഷണത്തോടൊപ്പം അതിൻ്റെ ചുറ്റുപാടിനും അന്തരീക്ഷത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് ലോകത്ത് വിവിധ തരത്തിലുള്ള തീം അടിസ്ഥാനമാക്കി ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ ഒമാനിലുള്ള 2 റെസ്റ്റോറൻറ്റുകളാണ് അനന്തപുരിയും 1947-ഉം. രണ്ടിൻ്റെയും പിന്നിൽ ഒരു മലയാളിയാണ്. തിരുവല്ല കുമ്പനാട് സ്വദേശിയായ ശ്രീ ബിബി ജേക്കബ്. നാട്ടിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഇടയ്ക്ക് കൃഷിയിൽ താൽപ്പര്യമുണ്ടാവുകയും കർണാടകയിൽ കൃഷി നടത്തുകയും ചെയ്തു. എന്നാൽ ബിബിയുടെ വളർച്ച പ്രവാസി എന്ന രീതിയിലായിരിക്കണം എന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഒമാനിലെത്തി 2 വർഷത്തോളം മറ്റൊരു സ്ഥാപനത്തിൽ ജോലി നോക്കി. ഞാൻ ആദ്യം സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ വെല്ലിംഗ്ടൺ ആയിരുന്ന ബ്രാഞ്ചിൽ പേഴ്സണൽ ബാങ്കിങ്ങിലായിരുന്നു. അവിടെ ഒരു 3 വർഷം ജോലി ചെയ്തു. അതിനുശേഷം കൃഷിയുമായിട്ട് നമുക്ക് ഭയങ്കര താല്പര്യം, ആ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് കർണാടകയിൽ കുറച്ച് സ്ഥലമൊക്കെ എടുത്ത് പ്ലാന്റേഷൻ ആ വിഭാഗത്തിലോട്ടൊന്ന് തിരിഞ്ഞു. പക്ഷേ അതത്ര സക്സസീവായിട്ട് തോന്നിയില്ല. പിന്നെ എൻ്റെ ഫാദർ ഇൻ ലോ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റിന് വന്ന് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കണ്ടുകേട്ട് പോകാമെന്ന് കരുതി ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ജോലി ശരിയായി. ഇവിടുത്തെ ഒരു മേജർ ഗ്രൂപ്പായ സഫീർ സ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ഒരു മേജർ ഗ്രൂപ്പാണ്. ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ്, ഹോട്ടൽ സ്വീറ്റ്സ്, അങ്ങനെ കുറേ ഹോട്ടൽസ് ഉണ്ട് അവർക്ക്. അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് ഇവിടെ വരുന്നത്. 2002-ലാണ് ബിസിനസ്സിലേക്ക് തിരിയുന്നത്. ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ് ബിസിനസ്സായിരുന്നു ആദ്യം. തുടക്കം തന്നെ വിജയത്തോടെയായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത ആ ഗ്രൂപ്പിൻ്റെ ഏകദേശം കുറേ അടുത്ത് തന്നെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ആ ബിൽഡിങ് കൺവേർഷൻ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ ചെയർമാനോട് ഞാൻ സംസാരിച്ചു. അങ്ങനെ പുള്ളിയാണ് ആദ്യം ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും പിന്നെ ഞങ്ങളൊരു ജോയിൻറ്റ് വെഞ്ചറിലാകുന്നതും പിന്നീടാണ്. 40-ലധികം റൂമുകളുള്ള ഹോട്ടലിൻ്റെ താഴത്തെ നിലയിൽ റെസ്റ്റോറൻ്റ് ആരംഭിച്ചു. സാധാരണ
ഭക്ഷണം കഴിക്കാൻ മാത്രമായ ഒരു ഹാൾ എന്ന സങ്കല്പത്തിൽ നിന്നും വ്യതിചലിച്ച് മാനസികമായ ഉല്ലാസത്തിനുള്ള ഇടം ആയിരിക്കണം തൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് ഭാവനാശാലിയും ബുദ്ധിമാനും സഹൃദയനുമായ ബിബിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ ചിന്തയിൽ നിന്നാണ് അനന്തപുരി, 1947 എന്നീ റെസ്റ്റോറൻറ്റുകൾ പിറവികൊള്ളുന്നത്. ഷുറൂഖ് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സിനോട് ചേർന്ന് തന്നെ ഒരു പുതിയ വിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു 40 റൂംസിൻ്റെ ഒരു 40 റൂംസിൻ്റെ ഒരു വിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഒരു ഏരിയ ഫുള്ള് ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആലോചന അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, എന്തുകൊണ്ട് റെസ്റ്റോറൻറ്റ് ചെയ്തുകൂടാ. അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു ഐഡിയ ഉള്ള എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പം തന്നെ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഡിവിഷൻ മാനേജറായ ബിജോയ് ജോസഫ്, പുള്ളിയാണ് ആ ഡിവിഷൻ്റെ റെസ്റ്റോറൻറ്റ് ഡിവിഷൻ്റെ മാനേജർ. പുള്ളിയെ എനിക്ക് പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ചും ആക്ച്വലി ആ ഇൻസ്പിറേഷൻ എന്നോട് പറഞ്ഞതുപോലെ റെസ്റ്റോറൻറ്റ് നല്ല പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്, നല്ല രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അനന്തപുരി എന്ന ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ പരമ്പരാഗത നാടൻ രീതികളുമായി ഇടുകിച്ചേർന്നതാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ നാടിൻ്റെ ഗതകാല സ്മരണകൾ നമ്മിലുണരും. എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ സംതിങ് ഷുഡ് ബി ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ എല്ലാവരും നമ്മുടെ GCCയിലൊക്കെ പലരും റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പം റെസ്റ്റോറൻറ്റ് വന്നിരുന്നു, കഴിച്ചു, അങ്ങനെ പോകാം എന്ന് കരുതി ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായെന്ന് ചിന്തിച്ചു. വെൻ പീപ്പിൾ ആർ കമ്മിങ് ദേ ഹാവ് ടു തിങ്ക് സംതിങ് അതർ ദാൻ ഫുഡ്. ഒരു ഫുഡുമായിട്ട് ബന്ധമല്ലാത്ത എന്തെങ്കിലും കൂടെ ഒന്ന് ചിന്തിക്കാൻ ഇറ്റ്സ് എ ടേബിൾ. അപ്പം പല ഡിസ്കഷൻസ് വരാം. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ കൾച്ചറൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൂടാ. കാര്യം ആ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാൻ എന്നാൽ ആ ഒരു കൾച്ചറൽ തീമിൽ ഒരു റിസോർട്ട് ഫീലൊക്കെ കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സാധനം ചെയ്യാമെന്ന്, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് മനസ്സിൽ കരുതി. അങ്ങനെയാണ് അനന്തപുരി 2007 അനന്തപുരി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൾച്ചർ, അതായത് സംസ്കാരം തീമാക്കിയ ഈ റെസ്റ്റോറൻറ്റ് തീർച്ചയായും നമ്മിൽ കൗതുകമുണർത്തും. മെയിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ഈ സമയത്ത് പോലും, ഇന്നലെ കൂടെ ഞാൻ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി വന്നിരുന്നിട്ട് നമ്മുടെ ആ ടേബിളിൻ്റെ അകത്തുള്ള മിനിയേച്ചേഴ്സ് ഓഫ് ദ കുക്കിംഗ് എയ്ഡ്സ്, നമ്മൾ പണ്ട് നമ്മുടെ അമ്മച്ചിമാർ യൂസ് ചെയ്തിരുന്ന കുക്കിംഗ് എയ്ഡ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കൊച്ച്, അവരുടെ മകനോട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ യൂണിഫോം ഒക്കെ അതോടുകൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പം അതാണ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. പുറമറ്റം എന്ന ഗ്രാമത്തിലെ ഒരു നാൾക്കവലയുടെ ദൃശ്യവൽക്കരണം ഇവിടെ ചെയ്തിരിക്കുന്നു. പഴയ നമ്മുടെ ഒരു നാട്ടിൻ പുറത്തെ നാലും കൂടിയ കവലയുടെ പ്രതീതി ജനിപ്പിക്കുന്നതിൽ പൂർണ്ണമായി തന്നെ വിജയം നേടിയിരിക്കുന്നു ഇവിടം. നാൽക്കവലയിലെ ആൾമരവും റേഷൻ കടയും ചായക്കടയും വെയിറ്റിംഗ് ഷെഡും തപാൽപ്പെട്ടിയും കേരള തനിമ വിളിച്ചോതുന്ന പാടവും ഏതു പ്രവാസിയിലും ഗൃഹാതുരത്വമുണർത്തും. ഈ കവല എന്ന് പറയുന്നത് ഭയങ്കര ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു റൗണ്ട് ഏരിയ ആയിരുന്നു ആക്ച്വലി. ആ റൗണ്ട് ഏരിയ അത് നമ്മളൊരു ഉദ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഔട്ട്ഡോർ ഒരു ഗാർഡൻ്റെ ടൈപ്പിൽ നമ്മൾ ചെയ്യുമായിരുന്നു. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു കറക്റ്റ് ഒരു സർക്കിളിൽ വരുന്ന ഒരു സാധനം. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടൊരു ഗ്രാമം ശരിക്കും നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ആലൊക്കെ കൊണ്ട് ഫ്രണ്ട് വെച്ചാൽ കാത്തിരുന്നു. അത്ര കാത്തിരിപ്പിനൊത്തവണ്ണം ഒരു ആല് നമുക്കൊരു ഇവിടെ ഒരു ഫ്രണ്ട് മസ്കറ്റ് ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ഗാർഡൻ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി ഫൈൻഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞതുപോലെ ഒരു ആലുണ്ട്, യു കം ആൻഡ് സീ. അങ്ങനെ അവിടുന്ന് നമ്മൾ ക്രെയിനെ കൊണ്ടുവന്നത് ഫിക്സ് ചെയ്ത്, പിന്നെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ നമ്മൾ തൊടുപുഴ സാധാരണ ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു മേലുകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ പോയി അവിടുത്തെ നമ്മുടെ ഫിലിമിൽ നിന്ന് തന്നെ ഒരാളെ ഒരു ക്യാമറാമാനെ വിളിച്ച് പുള്ളിയെ കൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്യിച്ച് ആ സെയിം സൈസിൽ നമ്മളിവിടെ കടമുറികൾ പണിതു. അപ്പോൾ ആ സെയിം സൈസിലുള്ള ഫോട്ടോസ് വരുമ്പോൾ കറക്റ്റായിട്ട് അതിനൊരു നാച്ചുറൽ ഫീൽ നമുക്ക് തോന്നും. അപ്പോൾ ഇപ്പോൾ ആൾക്കാരിങ്ങനെ വൈകിട്ട് വിളിച്ച് പറയും, എനിക്ക് ഇന്നെ ബുക്ക് ചെയ്യുന്നത് ഈ കടകളുടെ പേര് പറഞ്ഞാണ്, ഈ ഇന്ന ടീ ഷോപ്പിൽ വേണം, അല്ലെന്നുണ്ടെങ്കിൽ റേഷൻ കടയുടെ ഫ്രണ്ടിൽ വേണം എന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ളൊരു നല്ല ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ പകലൊക്കെ നമ്മളിങ്ങനെ തുറന്നിടും, ആൾക്കാർ വന്ന് ഇരുന്ന്
ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്ന ഒരു ഇത് കാണാറുണ്ട് ഇപ്പോഴും. 1947 തികച്ചും ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തെയും ചരിത്രത്തെയും അടിസ്ഥാനമാക്കിയ തീമിൽ സജ്ജീകരിച്ചിരിക്കുന്ന റെസ്റ്റോറൻ്റാണ്. ഏത് ഇന്ത്യക്കാരനെയും ഇത് അഭിമാനപൂരിതനാക്കും. ഭക്ഷണത്തോടൊപ്പം ഭാരത ചരിത്രം, അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം തന്നെയാണ് ഇവിടെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സാംസ്കാരിക നായകർ എന്നിവരുടെ ചിത്രങ്ങളും മൊഴികളും ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. ചരിത്രത്തിലെ പ്രധാന സംഭവ വികാസങ്ങളുടെ തെളിവ് എന്നോണം അക്കാലത്തെ പത്രങ്ങളുടെ പകർപ്പുകളും സജ്ജീകരിച്ചിരിക്കുന്നു. 1947 എന്ന റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ബിബി. 1947 വരാൻ മെയിനായിട്ടുള്ള കാര്യം ഗാന്ധിജിയുടെ ഒരു തീമിൽ നമുക്കൊരു ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് ഞാൻ മനസ്സിൽ കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പക്ഷേ ഗാന്ധിജി ഒരു പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ നമ്മൾ ബാക്കി നോൺ വെജൊക്കെ അവിടെ ഇത് കൊടുക്കുമ്പം അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് മാനസികമായിട്ട് തോന്നി. അങ്ങനെ അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്ത് എന്താണ് സ്വാതന്ത്ര്യം, എന്തെങ്കിലും ഒരു നമ്മൾ വരുന്ന ഉടനെ ഓക്കെ സ്വാതന്ത്ര്യത്തെ സംതിങ് ഈസ് ദർ. ഇതൊരു വലിയ സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ ഈ അനന്തപുരി പോലെ നമുക്ക് അത്ര കാര്യമായ ഡെപ്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഒക്കില്ല. കാര്യം നാഷണൽ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഫ്ലാഗുകൾ അത് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട അതിന് കൊടുക്കേണ്ട ഒരു ബഹുമാനം, അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്കത് ഒത്തില്ലെങ്കിൽ എന്ന് കരുതി ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ച് വിഡ്രോ ചെയ്ത്, എന്നാലും മാക്സിമം കുറേ പേരുടെ പേരുകൾ നമുക്ക് ന്യൂ ജനറേഷൻ അറിയാത്ത ഒത്തിരി പേരുകളുണ്ട്, അതൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട റെസ്റ്റോറൻ്റാണ് ഗ്രില്ലി. ഉന്നത നിലവാരം പുലർത്തുന്ന അറബിക് റെസ്റ്റോറൻ്റാണ് ഇത്. 2 വർഷം മുമ്പ് നമ്മുടെ ഒരു 4 സ്റ്റാർ കാറ്റഗറിയിലൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു നിയർ എയർപോർട്ട്. അവിടെയാണ് ആക്ച്വലി അതിൻ്റെ അകത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഗ്രില്ലി. അത് പ്യുവർലി അറബിക് ബേസ്ഡ് ആണ്. അതാണ് 3 റെസ്റ്റോറൻറ്റ്സ് വരുന്നത്. അത് പ്യുവർലി ഗ്രിൽ ഐറ്റംസ് അങ്ങനെയുള്ള അറബിക് ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ അത് ഒരു കോണ്ടി സ്റ്റൈല് ഗ്രില്ല്, അപ്പോൾ അതൊരു മോഡേൺ തീമിലോട്ട് അത് പോയി. ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ധാരാളം ഭാവി പദ്ധതികളുമുണ്ട്. അനന്തപുരി റെസ്റ്റോറൻറ്റിന് ഫ്രാഞ്ചൈസികൾ ആരംഭിക്കുന്നതാണ് അതിൽ പ്രധാനം. ഇതുകൂടാതെ USA, UAE എന്നിവിടങ്ങളിൽ പുതിയ പ്രോജക്റ്റുകളും കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. മിഡിൽ ഈസ്റ്റുള്ള നമ്മുടെ ഫ്രണ്ട്സ് തന്നെയുണ്ട്, അല്ലാത്ത കുറേ ഇൻവെസ്റ്റേഴ്സൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്നു. പക്ഷേ അന്ന് ഈ ഫ്രാഞ്ചൈസി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഏരിയ. അപ്പം അതിനെക്കുറിച്ചൊരു സ്റ്റഡിയൊക്കെ കഴിഞ്ഞ് ഏകദേശം അടുത്ത വർഷം തൊട്ട് ചിലപ്പം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്രാഞ്ചൈസീസ് നമ്മൾ ആക്ച്വലി കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. സ്റ്റേറ്റ്സിൽ ഒരാൾ ഓൾറെഡി ഒരു പ്രോജക്റ്റ് അപ്രൂവ് ആയിട്ടുണ്ട്. അടുത്ത വർഷം അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അബുദാബി, ദുബായ്, അതൊക്കെ അടുത്ത 2018 ഒരു പ്രോജക്ട്സ് ആണ് ഇതൊക്കെ വരുന്നത്. തൻ്റെ കുടുംബത്തെക്കുറിച്ച് ബിബി ജേക്കബ്. പേരൻസ് മരണപ്പെട്ടു. ഫാദർ നേരത്തെ മരണപ്പെട്ടിരുന്നു. ഫാദർ ഐ വാസ് ഇൻ 8th ക്ലാസ്. പിന്നെ മദർ 3 വർഷം മുമ്പ് മരണപ്പെട്ടു. ജ്യേഷ്ഠന് അബുദാബിയിലായിരുന്നു, NPCC AB ജേക്കബ്. പുള്ളി ഇപ്പം നാട്ടിലെ ബസ് സർവീസ് അങ്ങനെ കുറേ പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് മേഖലയിൽ പുള്ളി വർക്ക് ചെയ്യുന്നു. ബ്രദർ ഇപ്പം ബോംബെയിലായിരുന്നു, NCR കോർപ്പറേഷനിലായിരുന്നു. പുള്ളി ഇപ്പം അദ്ദേഹത്തെ ഞാനിപ്പം പുതിയ 4 സ്റ്റാർ ഹോട്ടലിൻ്റെ ഇൻചാർജായിട്ട് പുള്ളിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വൈഫാണ് എൻ്റെ ഫൈനാൻസ് ഹെഡ് ചെയ്യുന്നത്. 2 മക്കൾ, ടാനിയ, ടൈമ. ടാനിയ BRക്കിന് പഠിക്കുന്നു, ടൈമ 9th സ്റ്റാൻഡേർഡ്. വൈഫിൻ്റെ പേര് ബിനി. പുതു ആശയങ്ങൾ പുതു മനസ്സുകളിലേ ഉണ്ടാകൂ എന്നത് സത്യമാണ്. തൻ്റെ മനസ്സിലുള്ള ആശയത്തെ സാക്ഷാത്കരിച്ച് വിജയിച്ച ഈ ചെറുപ്പക്കാരനിൽ നിന്നും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. പാചകം ഒരു കലയാണ്. ഭക്ഷണം വിളമ്പുന്നതും ഒരു കലയാണ്. ഇരുന്ന് കഴിക്കുന്ന ചുറ്റുപാട് കലാപരമായിരുന്നാൽ ഭക്ഷണത്തിന് രുചി കൂടും. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്നാൽ മാത്രമേ നാം കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിനും മനസ്സിനും ഗുണപരമായി മാറൂ. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരന് ഭാവുകങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വിരിഞ്ഞ അനന്തപുരിക്കും 1947 അഭിനന്ദനങ്ങൾ. മറുനാടൻ ജീവിതങ്ങളിലൊക്കെ
കലയും മനുഷ്യസ്നേഹവും പ്രവർത്തന മികവും ഒക്കെ നാം കണ്ടു കഴിഞ്ഞു. എല്ലാ മനുഷ്യർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് മറുനാടും മലനാടും എപ്പോഴും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി.